ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസി എൻ്റെ കൂട്ടുകാരനാണ് ഫൈസൽ. ഫൈസൽ ജന്മന അവൻ്റെ കാലിന് ഒരു സ്വാധീനക്കുറവുണ്ട്. പക്ഷേ അതൊന്നും അവനെ ഒരു നിലക്കത് ബാധിച്ചിട്ടില്ല. അവന് സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബജീവിതം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഫൈസലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ് ഫൈസൽ വിശേഷം? സുഖമാണ്, അൽഹംദുലില്ലാ. ഫൈസൽ സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഒരു പലചരക്ക് കട. 10 വർഷമായിട്ടാണ് ഫൈസൽ നടത്തുന്നത്. അത് നടത്തിയിട്ടാണ് ഫൈസലിൻ്റെ കുടുംബജീവിതം ഫൈസൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കച്ചവടമൊക്കെ ഇപ്പോൾ ഉഷാറാണ്. ആ, പിന്നെ ഈ വണ്ടി എല്ലായിടത്തും പോക്കുണ്ടോ? ഈ വണ്ടിയായിട്ട് എല്ലായിടത്തും പോകും. അവനക്ക് ലൈസൻസ് ഉണ്ടതിന്? ലൈസൻസ് ഉണ്ട്. ഉണ്ടോ? സത്യം പറയും. സത്യമായിട്ടും. ആ, ഫൈസലിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ചോദിച്ചാണ്. ഫൈസൽ ലൈസൻസും എല്ലാതും കൊടുത്തതിന് ശേഷമാണ് ഫൈസലിന് വണ്ടി കിട്ടിയത്. കുറെ പ്രാവശ്യം ഇതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. തിരൂരും മറ്റുള്ളടത്തും RT ഓഫീസിലും ലേണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ നടന്ന് അവസാനം ഫൈസലിന് വണ്ടി കിട്ടി, ലൈസൻസും കിട്ടി അല്ലേ? പിന്നെ ഫൈസൽ ഒരു കലാകാരനാണ്, അത്യാവശ്യം പാടൂലേ? പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവാണ്. പിന്നെ കുറെ യൂട്യൂബ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അതിലൊക്കെ പാട്ടും പ്രസംഗം ഉണ്ടോ? പ്രസംഗമൊന്നുമില്ല, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുകാലത്തെ പാട്ട് പാടും. അതെ. അപ്പൊ ഫൈസല് നമുക്ക് രണ്ടുപേരും പാട്ട് പാടും. നീയല്ലാതെ ആരില്ല, നീയല്ലാതെ തുണയില്ല, യാ റഹ്മാനേ യാ അല്ലാഹ്. വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? വേറൊരു പ്രണയഗാനം പഠിച്ച. പ്രണയം ഉണ്ടായിരുന്ന ഫൈസലിന്? പ്രണയമൊന്നുമില്ല, ഞാന് പാട്ടിലൂടെ പ്രണയിക്കണുണ്ട്. അത് പിന്നെ നമ്മളെ സലീം കോടത്തൂര് പാടിയൊരു പാട്ടാണ്. അത് ഇങ്ങനെയാണ്: ചന്തമുള്ളൊരു പെണ്ണാണ്, ചന്ദ്രിക പൂ കണ്ണാണ്, എന്റെ മാത്രം പെണ്ണാണ്, സുന്ദരികളാണ്, എന്റെ മാത്രം മോളല്ലേ, ചന്തമുള്ള പെണ്ണാണ്, എന്റെ സ്വന്തം പെണ്ണാണല്ലേ, ചന്തമുള്ള പെണ്ണാണ്, ചന്ദ്രിക പൂ കണ്ണാണ്, എന്റെ മാത്രം പെണ്ണാണ്, സുന്ദരിയല്ലേ. അടിപൊളി പാട്ട്. എന്റെ കൂട്ടുകാരന്മാര് പെന്നും പെൻസിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സുകൾ. ഫൈസൽ അങ്ങനെയും കൂടെ ഒരു ഇതുണ്ട്. ഫൈസല് മാത്രല്ല, ഫൈസലിന്റെ ഒപ്പം ഉള്ളവരും കൂടി ഫൈസൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഫൈസലിന്റെ കൂട്ടുകാരന്മാര് ഇതേപോലെ ഹാൻഡിക്യാപ്ഡ് ആയ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫൈസൽ വാട്സപ്പിൽ കൂടെ മറ്റുള്ളവർക്ക് എത്തിച്ച് അത് മേടിക്കാനും അവർക്ക് പ്രചോദനം കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഫൈസൽ ആൾ ഉഷാറാണ്. അങ്ങനെ പലതും എനിക്ക് കൂട്ടുകാരുണ്ട് അല്ലേ? ഈ വാട്സപ്പിൽ ഷെയർ ചെയ്യണം, അവരെന്ന് പേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരോട് എന്താ പറയാനുള്ളത്? എന്റെ കൂട്ടുകാരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ആരും വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് നിങ്ങളൊക്കെ ജീവിച്ച് ഒരു പെൻഷൻ മാത്രം കാത്തിരിക്കരുത്. നിങ്ങൾക്ക് എല്ലാ ഷോപ്പോ എന്തെങ്കിലും, പിന്നെ ഇപ്പോൾ പേപ്പർ പേന്, അതേപോലെ സോപ്പ് പൊടി, സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇനിയും ഈ പെൻഷനോട് ജീവിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥതയോടു കൂടി, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ ഫൈസൽ പറഞ്ഞ പോലെ ഒരിക്കലും ഒരാളും ഒതുങ്ങിക്കൂടരുത്. നമുക്ക് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ ഫൈസലെ? തീർച്ചയായിട്ടും. മറ്റൊരാളെ മുന്നിലും കൈ നീട്ടാതെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ഗഡ്സ് വേറെ തന്നെയാണ്. അതിന് ഫൈസൽ ഈ കണ്ടെത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും, അത് നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കാനാണ്. അപ്പോൾ ഇതാണ് ഫൈസലിൻ്റെ ഷോപ്പ്. ഫൈസൽ ഇവിടെ ഇരുന്നിട്ടാണ് കച്ചവടം ചെയ്തിട്ട് തൻ്റെ കുടുംബം പോറ്റുന്നത്. നമുക്ക് ഫൈസലിനോട്, ഫൈസൽ വരുന്നുണ്ട്, ബുദ്ധിമുട്ടാക്കണമെന്നൊന്നും ഇഷ്ടമില്ല. ഫൈസലിനെ സ്വയം ഒക്കെ ചെയ്യണമെന്ന് ഫൈസലിന് തന്നെ ആഗ്രഹമുണ്ട്. ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് അല്ലേ? അതെ. അപ്പോൾ ഇതാണ് ഫൈസലിൻ്റെ സാമ്രാജ്യം. എല്ലാ തരത്തിലുള്ള മുട്ടായികളുണ്ട്. ഫൈസൽ എല്ലാ കുട്ടിയോടും കയ്യിലാക്കും തോന്നുന്നു ഫൈസലെ? അതെ. പിന്നെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇത് ഫൈസലിൻ്റെ മോളാണ്. അപ്പോൾ ഈ ഷോപ്പ് ഫൈസൽ ഇപ്പോൾ കുട്ടികളുടെ മുട്ടായും അത്യാവശ്യം സാധനങ്ങളുള്ളൂ. ഇത് ഞങ്ങൾ വിപുലീകരിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും
സപ്പോർട്ടും സഹകരണവും വേണം. ഫൈസലെ അതെ. ഇപ്പൊ എന്താ ഫൈസലിന് വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറൊന്നും പറയാനില്ല, ഈ പറഞ്ഞ തന്നെ നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഫൈസലിന്റെ പുതിയൊരു വിശേഷം നമുക്ക് പിന്നെ കാണാം ഇൻഷാ അല്ലാ. ഓക്കെ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.